വിട്ടുതരാം. ഇവര് നാട്ടിൽ പോവാണ്. അപ്പൊ ഞാൻ അങ്ങനെ അളിയൻ ലാൻഡ് ചെയ്തു. ഈ വണ്ടി ജർമ്മനി വന്ന വണ്ടിയാണ്. ഇതാണ് നമ്മുടെ വീട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും നാളും വീഡിയോസൊന്നും ഇല്ലാതിരുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, മടിയായിരുന്നു. പിന്നെ ജോലിയുടെ തിരക്കും, നമ്മളങ്ങനെ വലിയ യാത്രയൊന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു. എന്നാലും നമ്മുടെ വീഡിയോ ഇടാത്തപ്പോൾ കുറേ ആൾക്കാരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ വീഡിയോ ഇടാത്തത് എന്താ, വല്ലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ മേലെന്നൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായ ഒരു ടൈമാണ് ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ. എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. മാൾട്ടയിലുണ്ടായിരുന്ന സമയം മുതൽ ജർമ്മനിയിലൊക്കെ വന്ന സമയത്തുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് UK ഒരു വിസിറ്റ് വിസ വെക്കണം എന്നുള്ളത്. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണം, ലൈഫിലൊരു ആഗ്രഹമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു പോയി. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഫൈനലി നമ്മൾ വിസ വെച്ചു, നമുക്ക് വിസ ലഭിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ UK യാത്രയുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഞങ്ങളിപ്പോൾ ജർമ്മനിയിൽ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഈ ഒരു യാത്രയുടെ വീഡിയോസ് ഇതിൻ്റെ പുറകിലായിട്ട് ഞാൻ ചേർക്കാം. ഇപ്പോൾ കുറേ നാൾ വീഡിയോ ഒന്നും എടുക്കാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ലൈഫിലെ ഒരു ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണല്ലോ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൊരാഗ്രഹം. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ആണ്. റോസ്മോൾ ഇവിടെ ഉണ്ട്. റോസ്മോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പറയാനുണ്ടോ? കുറേ നാൾക്ക് ശേഷം വന്നതല്ലേ. റോസ്മോൾ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണ്. കാരണം റോസ്മോളുടെ മൂത്ത ബ്രദർ UK അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എൻ്റെ മൂത്ത അളിയൻ അവരും ഒരു പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത്, ജർമ്മനി വന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കൊച്ചിൻ്റെ ആദ്യ കുർബാനയുടെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പറ്റുന്ന പോലെ ഒത്തിരി ദിവസത്തേക്കില്ല, ഞങ്ങളൊരു 10 ദിവസത്തെ യാത്രയാണ്. പിന്നെ 6 മാസത്തെ വിസയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും പോകാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. നമ്മൾ വിസയുടെ കാര്യം പറഞ്ഞപ്പോഴും നമ്മളിങ്ങനെ UK പോവുകയാണെന്ന് അറിഞ്ഞ സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോഴല്ല, അതിന് മുന്നേ തന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരും ഒക്കെ നമ്മളോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ പറയാം എന്നുള്ളത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞങ്ങളുടെ UK വിസ പ്രോസസ്സ് എല്ലാം ഹെൽപ്പ് ചെയ്തത് എക്സ്പ്ലോറ എന്ന് പറയുന്നൊരു ട്രാവൽസാണ്. എക്സ്പ്ലോറ എന്ന് പറയുന്നത് മാൾട്ടയിലും ജർമ്മനിയിലൊക്കെ ഉള്ളവർക്കറിയാം. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സുഫൈദിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ സുഫൈദ് ഒരുപാട് വർഷമായിട്ട് ടിക്കറ്റിങ്ങും വിസ പ്രോസസ്സും ഒക്കെ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ നിങ്ങൾ യൂറോപ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്കൊക്കെ പേരൻസിനെ വിസിറ്റിന് കൊണ്ടുവരാനോ അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ ആദ്യം തന്നെ പറയാം, സുഫൈദ് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും സുഫൈദ് ചിലപ്പോൾ നോക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു നല്ല സുഹൃത്ത് ഞങ്ങളിതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ജർമ്മനിയിലൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും ഉള്ളവർക്ക് UK US വിസയുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഒരാളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ട് പറയുവാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ യൂറോപ്പിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ വിസ പ്രോസസ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സ്പ്ലോറയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ബാക്കി യാത്രാവിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. ഞങ്ങൾ 3ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പം ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. തുറക്കാവാ? ഒരു മിനിറ്റേ. നമ്മുടെ വണ്ടി
ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പുറകിൽ നമുക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ട്രെയിനിലും പിന്നെ ഡോട്ട്മുണ്ട് എന്ന് പറഞ്ഞ ഒരു എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടം വരെയും നമുക്ക് ട്രെയിനാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളെ ഇറക്കാനായിട്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇത് റിജോ ചേട്ടൻ, ഇതാ ജിൻസ. ഒരു ഹായ് പറയാവോ? പെട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഇടുമോയെന്നറിയാമല്ലോ കേട്ടോ, കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രോ ഡ്രൈവർ. രണ്ടുപേരും ഇരിക്കട്ടെ. പ്രോ ഡ്രൈവറുടെ ആശാനും പ്രോ ഡ്രൈവർ. റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്തിട്ടുള്ള സ്ഥലമല്ലേ, അവിടെ ഇരുന്നോട്ടോ. പെട്ടി അധികം മുട്ടുണ്ടല്ലോ. റോസ് മോളും റെഡി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ Musik offline und ohne Werbeunterbrechungen. Tippe aufs Banner. ഓക്കെ, ടാറ്റാ. ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ നിങ്ങളും നാട്ടിൽ പോയി അടിച്ചു പൊളിച്ചു. ഇവര് നാട്ടിൽ പോവാണ്. അപ്പം ഞങ്ങളും ഹാപ്പി ജേണി പറയുന്നു. അവന്റെ എൻ്റെ ഒരു ഷേക്കിൽ കൊടുത്തു. ഹാപ്പി ഓപ്പൺ ചെയ്. എന്നാ പകുതി ടാറ്റ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ അവർ നമ്മളെ ഇറക്കിയിട്ട് പോയി. നമ്മളിപ്പോൾ ഉള്ളത് സീഗ്ബുർഗ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറിയിട്ട് കൊളോണിലേക്ക് പോകാം. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. 9:13 എത്തും. നോക്കി റോസോണെ. അങ്ങനെ ഞങ്ങൾ സീഗ്ബുർഗിൽ നിന്ന് കയറി. ഇനിയിപ്പോൾ നേരെ കൊളോണിലേക്കാണ്. റോസ് മോൾ സ്ഥിരം പോകുന്ന ട്രെയിനായത്. അതിൻ്റെ ഒരു അഹങ്കാരം റോസ് മോൾക്കുണ്ട്. നീ എല്ലാ ദിവസവും ഈ ട്രെയിനിലല്ലേ പോകുന്നത്? സ്വന്തം വണ്ടി. ഈ ട്രെയിൻ ഇവിടുത്തെ റീജിയണൽ ട്രെയിനാണ്. നമ്മൾ പക്ഷേ എയർപോർട്ടിലേക്ക് പോകുന്നത് IC ട്രെയിനാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ വന്ദേ ഭാരതൊക്കെ പോലുള്ള ഒരു ട്രെയിനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇതിവിടുത്തെ നമ്മൾ ലോക്കലൊക്കെ നമുക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനാണ്. അങ്ങനെ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. റോസ് മോള് ഭയങ്കര സന്തോഷത്തിലാണ്. ചേട്ടനെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്. എല്ലാവരും കാണണം, അത് മാത്രമല്ല പിള്ളേരെ കാണുന്നതിനാണ് മെയിൻ. 4 ചെടുങ്ങുകളുണ്ട്. 2 ചേട്ടൻ്റെ, 2 ചേട്ടൻ്റെ അളിയൻ്റെ. നമുക്ക് ചേട്ടൻ തന്നെ. പിന്നെ ആരാ? പോപ്പി ഉണ്ട്. പിന്നെ എൻ്റെ അനിയനുണ്ട്, പോപ്പി മാളു. അതിൽ പോപ്പിയാണ് മെയിൻ. പോപ്പിക്കോട്ടനെ കണ്ടിട്ട് കാലം കുറേ, മാളുവിനെ കണ്ടിട്ട് കാലം കുറേ. പക്ഷെ പോപ്പിയാണ് കുറച്ചുകൂടി അറ്റാച്ച്ഡ് ഞങ്ങളാനായിട്ട്. ഇതൊക്കെ അവിടെ ഊരി വെച്ചിട്ട് വന്നാൽ പോരെ? അവനെ അവർ പിടിച്ചോണ്ട് പോകും. ശരി, ഇത് വേണമെങ്കിൽ ഊരി വയ്ക്കുകയാണ് സിംഗിളാന്ന് പറയാനായിട്ട്. ആ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കാണുന്ന ബ്രിഡ്ജില്ലേ, അത് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തിട്ടുള്ള കൊളോൺ കത്തീഡ്രലിൻ്റെ അതിനോട് ചേർന്നിട്ടുള്ള ലവ് ലോക്ക് ബ്രിഡ്ജോ അങ്ങനെ എന്തോമാണ് അതിൻ്റെ പേര്, നമ്മൾ മറന്നുപോയി. വീഡിയോ എടുത്തിട്ടുള്ള നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ നേരെ ഇത് താഴേക്ക് പോകുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് പള്ളി കാണാൻ പറ്റും. പള്ളി കാണാം. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ കൊളോൺ കത്തീഡ്രൽ. ഞങ്ങൾ ജർമ്മനിയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയാൻ പറ്റുന്നത് ഈ ഒരു ചർച്ചിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ സ്ഥലം എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ കൊളോൺ
ബാനോഫിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ IC ട്രെയിനിലേക്ക് മാറിക്കയറേണ്ടത്. രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നു. ഇപ്പോൾ ഇവിടെ പിസ്സ കഴിക്കാമല്ലോ. ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പ്രത്യേകിച്ച് ഇവിടെ പള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ടൂറിസ്റ്റുകളുള്ള സ്ഥലം. അപ്പുറത്ത് ചായ ഉണ്ട്. അപ്പുറത്തുനിന്ന് ചായ മേടിച്ചാലോ? ഓക്കെ. കാണിച്ചാൽ മതി. റോസ്മോൾ അടി മേടിച്ചേ. റോസ്മോൾ ഹോട്ട് ഡോഗ് വാങ്ങിച്ചു, ചായ വാങ്ങിച്ചു. റോസ്മോളും അടുത്തിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാല്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാവേ. ഇവിടെ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് DB ഓഫർ ചെയ്തിരിക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയത്തില്ല. 699 മറ്റോ ആണ്. നമുക്ക് ജർമ്മനിയിൽ IC ട്രെയിനിൽ പോകാം അല്ലേ? നല്ല ഓഫറല്ലേ? ലോങ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ നല്ല പ്രൈസ് അല്ലേ? ശരിക്കും ഈ ഒരു ഓഫർ നല്ലൊരു ഓഫറാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും ഈ ഒരു നമുക്ക് പ്രൈസിലൊന്നും ഒരിക്കലും ICയിൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർ സമ്മർ ആയതുകൊണ്ട് ഒരു ഓഫർ ഇറക്കിയിരിക്കുന്നതാണ്. 699 ഓരോ അതായത് 699 അല്ല കേട്ടോ, 699 മുതലാണ്. ഏറ്റവും ചെറുത് ചെറിയ ട്രിപ്പ് 699 കിട്ടും. ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ICയുടെ ഹാംബർഗിലേക്ക് പോകുന്ന IC ട്രെയിനാണ്. അപ്പോൾ നമ്മളിതിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കൊളോണിയിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ ടൈം തീറ്റ, അത് തന്നെ പരിപാടി. നല്ല 1 വലിയ പിസ്സ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ചെറിയ പിസ്സ മാത്രമേ കഴിച്ചുള്ളൂ. നമ്മൾ ഇതിൽ കയറിയിട്ട് സീറ്റ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ തലവേദനയൊന്നുമില്ല. സീറ്റ് ചെക്ക് ഇൻ ചെയ്താലും നമ്മുടെ ചെക്കർമാരും അറിയുമോ? ചിലപ്പോൾ അറിയാൻ അല്ല, ഇത് മറ്റേ ടാബിൽ കാണിക്കുമായിരിക്കും ചെക്കറാണ്. അതായത് വന്ന് നോക്കുമായിരിക്കും. DBയുടെ ആപ്പ് വെച്ചിട്ടാണല്ലോ. അപ്പോൾ അവർക്കറിയാം നമ്മുടെ ടിക്കറ്റ് ഉണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജർമ്മനിയിൽ യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് IC തന്നെയാണ്. പക്ഷേ ICയിൽ എപ്പോഴും ടിക്കറ്റ് നോക്കിയാലും നല്ല റേറ്റ് ആയിരിക്കും അല്ലേ? നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. ലോങ് ഒക്കെ പോകും. നമ്മൾ കാറിലൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് ശരിക്കും IC ബുക്ക് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഇതിൻ്റെ റേറ്റ് കാണുമ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാൻ തോന്നില്ല. കുറേശ്ശെ കഴിക്കും റോസ്മോളെ. ട്രെയിൻ നിർത്തുമ്പോഴേ ചാടി ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന റോസ്മോൾ. ജർമ്മനിയിലെ ട്രെയിനിൻ്റെയൊക്കെ സമയം എത്തിയെന്ന് പറയാം. ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത ബസ് മിസ്സായി. അതിപ്പോൾ ഓൾറെഡി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ബസ് വരുന്നത്. ഉണ്ടോ? ഇതിപ്പോൾ എത്ര മണിക്ക് എത്തണ്ട? 11:21 കൈ വിറയ്ക്കണം. 11:21 എത്തേണ്ടതാണ്. 11:34 എത്തിയത്. ഡോട്ട്മുണ്ട് ബാനോഫിലെത്തി. ഇനി നമുക്ക് ബസ്സല്ലേ, ബസ്സിൽ കയറിയിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാം. റോസ്മോക്ക് ചൂടായതുകൊണ്ട് ഒരു രക്ഷയില്ലെന്നാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എയർപോർട്ടിലേക്ക് പോകാനായിട്ടുള്ള ബസ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുക. ബസ് അരമണിക്കൂറും കൂടെ ഉണ്ട്.
നമ്മൾ ശരിക്കും ബസ്സിന് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ ടാക്സിക്കാർ സെയിം ആ പ്രൈസ് തന്നെയുള്ളൂ ടാക്സിയിൽ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അപ്പോൾ അവർ അടുത്ത പാസഞ്ചേഴ്സിനെ വിളിക്കുവാണ്. ടാക്സിക്കാർ ആ സെയിം പൈസ തന്നെ മേടിക്കുമെന്നല്ല പറഞ്ഞത്, 10 യൂറോ. 4 പേരെ കിട്ടുവാണെങ്കിൽ അവർക്ക് ടാക്സിയുടെ പൈസയാവും. ഓക്കെ. അങ്ങനെ ഡോട്ട്മുണ്ട് എയർപോർട്ടിലെത്തി. ശരിക്കും പറഞ്ഞാൽ അത് നല്ലതായിരുന്നു അല്ലേ? കാരണം നമ്മൾ ബസ്സിന് വരുന്നെങ്കിൽ 10 യൂറോ ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ ഇത് 4 പേരെ അവർ പിടിച്ചിട്ട് ടാക്സിയിൽ 40 യൂറോ. സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോവാണേ. കുറേ നാളെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിവിടെ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രൈവസിയും പ്രശ്നങ്ങളൊക്കെയാണ്. അവർ നമ്മളെ ശ്രദ്ധിക്കും. അപ്പോൾ പാടാണ്. സ്ഥിരം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഈ ഒരു ക്യാമറ നോക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലല്ലോ അത്, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് ഒരു എയർപോർട്ടിലേക്ക് എയർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ബസ്, അതിന് 10 യൂറോ കാണിച്ചത്. ഓൺലൈനിൽ എടുക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു, ഡയറക്റ്റിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് ടാക്സിക്കാർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ സെയിം ബസ്സിലെ പൈസ തന്നെ ടാക്സിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവരവിടെ 4 പേരെ നമ്മുടെ ഒപ്പം 4 പേരായാലും ഒരു പൂള് 40 യൂറോ. പക്ഷേ അത് നല്ലതാണ്. കാരണം നമ്മൾ ബസ്സിൽ തിരക്ക് പിടിച്ച് വരുന്നതിനേക്കാളും നമുക്ക് AC-യിൽ സുഖമായിട്ട് വരാൻ പറ്റി. വേറെ രണ്ട് പാസഞ്ചേഴ്സ് എയർപോർട്ടിലോട്ടുള്ളവരും നമ്മളും കൂടെ ചേർത്ത് എല്ലാവരും 10 യൂറോ വെച്ചിട്ട് 40 യൂറോ. അപ്പോൾ അതൊരു നല്ല കാര്യമായി. ചില സമയത്ത് നമുക്ക് ടാക്സിക്കാരുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇതൊരു നല്ല കാര്യമാണ്. നമുക്ക് ബസ്സിലെ തിരക്കും ബഹളവും ഒന്നുമില്ല, AC-യിൽ സുഖമായിട്ട് ഇവിടെ വരാൻ പറ്റി. ഇല്ല, മറ്റേത് ബസ്സിലാവുമ്പോൾ നമ്മൾ ഈ ലഗേജ് വെക്കാനുള്ള സ്പേസും ഒക്കെ പാടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടാക്സിക്കാർ ഇതുപോലെ വന്ന് ചോദിച്ചാലും ആദ്യം പൈസ കൊടുത്തേക്കുക. ഇവിടെ വന്നിട്ട് പൈസ തരുന്നതിനെക്കുറിച്ച് പറയണ്ട. കാരണം നമ്മളിവിടെ വന്നിട്ടാണ് പൈസ കൊടുത്തത്, പക്ഷേ കയറുന്നതിന് മുന്നേ അവരോടൊന്നൊരു ചോദിച്ച് ഉറപ്പ് വരുത്തുക, നിങ്ങൾക്ക് ഇത്രയും പൈസ മാത്രം മതിയല്ലോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ സംഭവം ലാഭമാണ്. ഞങ്ങൾ ആദ്യം ഇതുപോലെ തന്നെ ഞങ്ങളെ 2 പേരും ഓക്കെ പറഞ്ഞു. ബാക്കി ആരോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും ബസ്സിനാണ് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 2 പേരും ഓക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഒരു ടാക്സിയിൽ ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ നല്ല കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് ഇവിടം വരെ. ടാക്സിക്കുള്ള ഒരു 40 യൂറോയ്ക്കുള്ളൊരു ഇതൊക്കെ ഉണ്ടത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ടൈം വേസ്റ്റ് ആയില്ല. പിന്നെ നമുക്ക് നല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട്, ഇതൊരു ചെറിയ എയർപോർട്ടാണ്, നമ്മുടെ ഫ്രാങ്ക്ഫർട്ടോ അല്ലെങ്കിൽ 100 വർഷമായ എയർപോർട്ടാണ്. ഇപ്പോൾ അതിൻ്റെ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കൂടുതലും എനിക്ക് തോന്നുന്നു സർവീസ് ഉള്ളത് വിസെയറിനാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കാണിക്കുന്നത് മുഴുവനും വിസെയറാണ്. അപ്പോൾ നമ്മളും പോകുന്നത് വിസെയറിനാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിലേക്കാണ്. അതെ, നല്ല തിരക്കായിരിക്കും തോന്നുന്നു. പക്ഷേ നമുക്ക് ആകെ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ സീറ്റ് ഒരുമിച്ച് കിട്ടിയില്ല. അത് ഈ ബഡ്ജറ്റ് എയർലൈൻസിലൊക്കെ നമ്മൾ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മറന്നുപോയി. എന്തായാലും ഇനിയിപ്പോൾ ബാക്കി നമ്മുടെ യാത്രാവിശേഷങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് ഒരു 1/2 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് എയർലൈൻസൊക്കെ ഒരിക്കലും ടൈം ഓക്കെ ആവില്ല, എപ്പോഴും ഡിലേ ആയിരിക്കും.
അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് പോകാനായിട്ടുള്ള വിസ് എയറിൻ്റെ ഫ്ലൈറ്റ് വന്നു. ഇതിലാണ് ഞങ്ങൾ ലണ്ടനിലേക്ക് പോകുന്നത്. റോസ് മോളെ അടുത്തോ? ഭയങ്കര ഡിലേ. റോസ് മോൾക്കും എനിക്കും രണ്ട് സീറ്റുകളാണ്. ശരിക്കും അങ്ങനെ ആദ്യമായിട്ടല്ലേ വരുന്നേ? ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് രണ്ടുപേർക്കും 2 സീറ്റ്. റോസ് മോളുടെ സീറ്റ് ഏറ്റവും ബാക്കിലാണ്, എൻ്റെത് ഫ്രണ്ടിലാണ്. അങ്ങനെ നമ്മൾ ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിലെത്തി. റോസ് മോളോട് ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. റോസ് മോൾ പെട്ടത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വെളിയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ എത്തി. ഇനിയിപ്പോൾ പുറത്തേക്ക് പോയിട്ട് അവിടെ അളിയും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ലൈഫിൽ ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിലും കൂടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടാണ്. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫിൽ വെയിറ്റ് ചെയ്യും ആളിയും വരാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞങ്ങളിവിടെ എത്തുമെന്ന് പറഞ്ഞ ടൈമിൽ നിന്ന് ഒരുപാട് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് വ്യത്യാസം വന്നില്ലേ. അപ്പോൾ ആളുടെ പ്ലാനിങ്ങും എല്ലാം തെറ്റിപ്പോയി. അത് കാരണം കുറച്ച് ലേറ്റായി. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുമോ. അങ്ങനെ ആളിയും ലാൻഡ് ചെയ്തു. ഇത് കയറ്റണ്ടേ? വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ താങ്ക് യു. അങ്ങനെ നമ്മൾ നമ്മുടെ UK വെക്കേഷൻ ആരംഭിക്കുന്നു. സ്മോൾ ആണെങ്കിൽ ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് എന്തോരം ദൂരം ഉണ്ട് വീട്ടിലേക്ക്? വീട്ടിലേക്ക് നമുക്ക് ഒരു അരമണിക്കൂർ. അങ്ങനെ ഒരുപാട് നാളത്തെ സ്മോളുടെ ആഗ്രഹം, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം നേരെ വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബെഡ്ഫോർഡിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചൂട് മാറി മഴയായിട്ടുണ്ട്. പക്ഷെ പകല് നല്ല ചൂടല്ലേ. ഞങ്ങൾ ഫാമിലി ടോക്കിങ്ങിലായിരുന്നത് കൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പം അങ്ങനെ ചേട്ടൻ വണ്ടി ഓടിക്കുന്നു, റോസ് മോൾ ഇവിടെ ഉണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാം. എന്നിട്ട് ബാക്കി പിന്നീട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോസ് ചെയ്യാം. അപ്പം നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടോ. ഇതല്ലേ വീട്? ആ അതെ, ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഈ വണ്ടി ജർമ്മനി വന്ന വണ്ടിയാണ്. ആ ഇതാണ് നമ്മുടെ വീട്. ഇതേ കേരള ഫുഡ്സിന്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ. അതെ അതെ. അപ്പം അങ്ങനെ റോസ് മോൾ ചേട്ടൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് വീട്ടുകാരെയും കൂടെ കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുക. ഇത് ചേച്ചിനെ വീഡിയോ കണ്ടിട്ടുള്ളത്. ഇതാരാ? ഹായ് പറ. താങ്ക് യു. ആ അതെ, 5 ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഹായ് പറയ്. ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ബാക്കി വീഡിയോസൊക്കെ പിന്നെ കാണിക്കാം. ഇനിയിപ്പോൾ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ആ ഓക്കെ. ഇവിടെ നമ്മുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഹായ് പറഞ്ഞ് അവസാനിപ്പിച്ചു തരും.
Bye.